നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് ദേശീയപാത അതോറിറ്റി. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് അതോറിറ്റി അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായിയായ വിജയകുമാറിനെയും ഭാര്യ മീരയെയും കൊന്ന കേസിലെ പ്രതി മാളയിൽ നിന്നും പിടിയിലായി. VKMU പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലായി സെന്ററിൽ ലഹരിക്കെതിരെ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 27ാമത് കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് ദേശീയപാത അതോറിറ്റി. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് അതോറിറ്റി അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. അതേസമയം കുരുക്ക് സംബന്ധിച്ച് പരിശോധന നടത്തി 28-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ്, RTO, ചാലക്കുടി തഹസീൽദാർ എന്നിവർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കുന്ന ഉത്തരവ് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ മേഖലകളിൽ ട്രാഫിക് വാർഡന്മാരെ നിയമിക്കണമെന്ന് പോലീസിനും ദേശീയപാത അതോറിറ്റിക്കും നിർദ്ദേശം നൽകി. ഗതാഗതം വഴിതിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ സൈൻ ബോർഡുകളില്ല. രാത്രിയിലും കാണാനാകുന്ന ലൈറ്റിംഗ് സംവിധാനം വേണം. കൃത്യമായ ഇടവേളകളിൽ സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണം. ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വഴിതിരിച്ചുവിടുന്ന സ്ഥലങ്ങളിലെ തടസ്സങ്ങൾ നീക്കണമെന്നും നിർദ്ദേശിച്ചു. ഗതാഗതം വഴിതിരിച്ചുവിടുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുവാൻ പോലീസിനും RTOയ്ക്കും നിർദ്ദേശം നൽകി. ഗതാഗത സംവിധാനത്തെക്കുറിച്ച് എല്ലാ ആഴ്ചയിലും ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിൽ അവലോകനം നടത്തും. ഗതാഗതം തിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ വിവിധ ഭാഷകളിലുള്ള ബോർഡുകൾ സ്ഥാപിക്കും. മുരിങ്ങൂർ, ചിറങ്ങര മേഖലകളിൽ ബസ് സ്റ്റോപ്പ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ താൽക്കാലികമായി മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യമുയർന്നു. ഇക്കാര്യം പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് RTO അറിയിച്ചു. സർവീസ് റോഡുകളിലെ കാനകൾ തടസ്സമുള്ളതിനാൽ ചെറിയ മഴയ്ക്ക് പോലും വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതായി റൂറൽ SP B കൃഷ്ണദാസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയത്ത് മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കാണ് ദേശീയപാതയിൽ ഉണ്ടായതെന്നും ചൂണ്ടിക്കാട്ടി. നിലവിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും റൂറൽ SP അറിയിച്ചു. ഇക്കാര്യത്തിൽ ഉടൻ പരിഹാരം കാണാൻ കളക്ടർ ദേശീയപാത അതോറിറ്റിയോട് പറഞ്ഞു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ CS സ്മിത റാണി, തഹസീൽദാർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മേൽപ്പാലങ്ങളുടെ പണി തീരും വരെ പാലിയേക്കര ടോൾ നിർത്തിവെക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പിന്നിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നെന്മണിക്കര യൂണിറ്റ് നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിൽ കറുകുറ്റി, കൊരട്ടി, മുരിങ്ങൂർ, പേരാമ്പ്ര, ആമ്പലൂർ എന്നീ 5 ഇടങ്ങളിലെ ഗതാഗത തടസ്സം മൂലം ഉണ്ടാകുന്ന യാത്രക്കാരുടെ ദുരിതം സംബന്ധിച്ച് മാർച്ച് 31-നാണ് പരിഷത്ത് പ്രവർത്തകർ പരാതി നൽകിയത്. കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്കായി ഏപ്രിൽ 15-ന് ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറി. ഇതേ തുടർന്നാണ് യാത്രക്കാരുടെ ദുരിതം മനസ്സിലാക്കി മേൽപ്പാലങ്ങളുടെ പണി തീരും വരെ പാലിയേക്കര ടോൾ നിർത്തിവെക്കണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-യോടെയാണ് മൃതദേഹം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ എത്തിച്ചത്. കാസ സാന്ത മാർത്തയിൽ നിന്ന് 12:30-ക്ക് വിലാപയാത്രയായാണ് മൃതദേഹം എത്തിയത്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ശനിയാഴ്ച വരെ പൊതുദർശനം തുടരും. ലോക നേതാക്കളെയും രാഷ്ട്രത്തലവന്മാരെയും കൂടാതെ ലോകമെമ്പാടുമുള്ള വിശ്വാസികളും വലിയ ഇടയനെ അവസാനമായി നേരിൽ കാണാൻ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് എത്തും. ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-നാണ് സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങുക. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തിങ്കളാഴ്ചയാണ് വിടവാങ്ങിയത്. വത്തിക്കാനിൽ നിന്നും കല്ലൂർ കാവലൂർ സ്വദേശി റെജിസൻ മഞ്ഞളി നൽകിയ വിവരങ്ങൾ ശ്രവിക്കാം. 11 മണി തൊട്ട് രാത്രി 12 മണി വരെയാണ് മാർപ്പാപ്പനെ ഇന്ന് കാണാനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുള്ള ജനങ്ങൾ ഇപ്പോൾ 2 മണിക്കൂർ മുമ്പേ തൊട്ട്
പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. അവിടെയൊക്കെ ജനങ്ങൾ ഇപ്പോഴേ ലൈനിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു പോലീസ് ചെക്കിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ വേറെ ഒരു മെയിൻ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അതീവ സുരക്ഷിതയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അതായത് ലോകത്തുള്ള എല്ലാ പ്രമുഖ നേതാക്കന്മാരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഹൈ സെക്യൂരിറ്റിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് എല്ലാവരും കടത്തി വിടുള്ളൂ. കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായിയായ വിജയകുമാറിനെയും ഭാര്യ മീരയെയും കൊന്ന കേസിലെ പ്രതി മാളയിൽ നിന്നും പിടിയിലായി. മാളയിലെ ഒരു കോഴി ഫാമിൽ നിന്നാണ് അസം സ്വദേശിയായ അമിത് ഉറാങ് പിടിയിലായത്. ഗാന്ധിനഗർ പോലീസ് മാള പോലീസിന്റെ സഹായത്തോടെ പുലർച്ചെയാണ് പ്രതിയെ പിടികൂടിയത്. അസം സ്വദേശികൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. പ്രതി വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. വിജയകുമാറിനെയും ഭാര്യ മീരയെയും കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിലെ ഫിംഗർ പ്രിന്റ് അമിതിൻ്റേത് തന്നെയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അമിത് മോഷണക്കേസിൽ അറസ്റ്റിലായപ്പോൾ ശേഖരിച്ച ഫിംഗർ പ്രിന്റും കോടാലിയിലെ ഫിംഗർ പ്രിന്റും മാച്ച് ചെയ്തു. വീടിന്റെ കതകിലും വീടിനുള്ളിലുമടക്കം വിവിധ സ്ഥലങ്ങളിൽ ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരുടെ വിശദമായ പരിശോധനയിലാണ് ഇത് സ്ഥിരീകരിച്ചത്. ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമാണെന്നാണ് വിലയിരുത്തൽ. കൊലപാതകം നടത്താൻ അമിത് ദിവസങ്ങൾ ആസൂത്രണം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിക്രൂരമായ രീതിയിലായിരുന്നു കൊലപാതകം. ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അമിത് താമസിച്ചത് നഗരത്തിലെ ഒരു ലോഡ്ജിലാണ്. ഇതിനിടയിൽ പലതവണ വിജയകുമാറിന്റെ വീടിന്റെ പരിസരത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചു. തിങ്കളാഴ്ച രാവിലെ ലോഡ്ജിൽ നിന്നും റൂം വെക്കേറ്റ് ചെയ്തു. വൈകിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്തു കയറി. രാത്രിയോടെയാണ് കൊലപാതകം നടത്താൻ പോയത്. ലോഡ്ജിൽ നിന്ന് അമിത് പുറത്തേക്ക് വരുന്നതും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിൻ്റെയും CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. വെണ്ടൂരിൽ 3 വയസ്സുകാരിയുടെ മരണകാരണം സ്ഥിരീകരിക്കാൻ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കാത്ത് പോലീസ്. അളഗപ്പ ഗ്രൗണ്ടിന് സമീപം കല്ലൂക്കാരൻ ഹെൻറിയുടെയും റോസ്മേരിയുടെയും മകൾ ഒലീവിയയാണ് മരിച്ചത്. 3 വയസ്സുകാരിയുടെ മരണകാരണം ഭക്ഷ്യവിഷബാധയോ തുടർച്ചയായ ഛർദിലിനിടയിൽ ശ്വാസതടസ്സമുണ്ടായതോ ആകാമെന്നാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം എന്നിവ വന്നതിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. കുട്ടിയും കുടുംബവും അങ്കമാലിയിലെ ഹോട്ടലിൽ നിന്ന് പലതരത്തിലുള്ള ഭക്ഷണമാണ് കഴിച്ചതെന്നാണ് വിവരം. ശനിയാഴ്ച UK നിന്നെത്തിയ ഹെൻറിയെ കൊണ്ടുവരാൻ നെടുമ്പാശ്ശേരിയിലെത്തിയ കുടുംബം വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് അങ്കമാലിയിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചത്. ഒലീവിയ മാത്രമാണ് മസാലദോശ കഴിച്ചത്. വീട്ടിലെത്തിയതോടെ ഹെൻറി, ഭാര്യ റോസ്മേരി, അമ്മ ഷീബ എന്നിവർക്കും ഛർദിലും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടായി. രാത്രി 3ഓടെ ഒലിവിയയ്ക്ക് അസ്വസ്ഥതയുണ്ടായി. തിങ്കളാഴ്ച പുലർച്ചെ കുട്ടി മരിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. BKMU പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലായി സെന്ററിൽ ലഹരിക്കെതിരെ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, R ഉണ്ണികൃഷ്ണൻ, PC സാജു എന്നിവർ പ്രസംഗിച്ചു. ലോക്കൽ സെക്രട്ടറി PT കിഷോർ, CK ആനന്ദ്, VK കരുണാകരൻ, MR രവി, ഡെനീസ് പുളിക്കൻ, സുനന്ദ ശശി, രാജൻ, അജിത മാധവൻ എന്നിവർ നേതൃത്വം നൽകി. അവനെ ഒരു ഭ്രാന്തനാക്കി, അവനെ വീടിന് കൊള്ളാത്തവനാക്കി, നാടിന് കൊള്ളാത്തവനാക്കി, സമൂഹത്തിനും രാജ്യത്തിനും കൊള്ളാത്തവനാക്കി. PK ചാത്തൻ മാസ്റ്റർ 37ാം ചരമവാർഷിക ദിനം BKMU പുതുക്കാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ RV സ്മാരകത്തിൽ ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജോയിന്റ് സെക്രട്ടറി PC സാജു അധ്യക്ഷത വഹിച്ചു. CPI നെന്മണിക്കര ലോക്കൽ സെക്രട്ടറി KV മണിലാൽ, KR രാജേന്ദ്രൻ, PT കിഷോർ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, NJ ജിജേഷ്, VR രാജൻ, ഡെന്നീസ് പുളിക്കൻ, PT രാജേഷ്, KC മാധവൻ എന്നിവർ നേതൃത്വം നൽകി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 27ാമത് കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു.
കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി. CDS ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, വൈസ് ചെയർപേഴ്സൺ ഷീജ ജയൻ, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, പഞ്ചായത്ത് വിവിധ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രിൻസി ഡേവിസ്, ജോസി ചോണി, ജിജോ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ PK ശേഖരൻ, PS പ്രിജു, പ്രിൻസൻ തയ്യാലക്കൽ, ശൈലജ നാരായണൻ, ജിഷ്മ രഞ്ജിത്ത്, പ്രിൻസ് ഫ്രാൻസിസ്, അശ്വതി പ്രവീൺ, VK വിനീഷ്, സജന ഷിബു, ആമ്പല്ലൂർ SCB പ്രസിഡന്റ് M വർഗീസ് ആന്റണി, വട്ടനാത്ര SCB പ്രസിഡന്റ് സുരേഷ് സിബി, കനറ ബാങ്ക് മാനേജർ എലിസബത്ത് P ഏലിയാസ്, അളഗപ്പ നഗർ SBI മാനേജർ ആൻസൺ ജെയ്സൺ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി 27 വർഷം എത്തുകയാണ്. ഇതിൻ്റെ ആരംഭഘട്ടത്തിലൊക്കെ ഇതിനൊക്കെ വളരെ പരിഹസിച്ചു വരും. ഇതെന്തിനാണ് എന്നൊക്കെ ഓരോ കുടുംബശ്രീ അംഗങ്ങളുടെയും നമ്മുടെ പഞ്ചായത്തിന്റെയും ജില്ലാത്തിന്റെയും നിർണായകമാണ്. 27 വർഷം പിന്നിടുമ്പോൾ നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനും കുറയുണ്ട് അല്ലേ? നമ്മൾ വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇവിടെ ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ ഇവിടെ വിവിധ കലാപരിപാടികൾ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ തന്നെ നടത്തുന്ന കലാപരിപാടികളാണ് നടത്തുന്നത്. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ മുരിയാട് ഗ്രാമപഞ്ചായത്ത് എല്ലാ വിദ്യാലയങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചേച്ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഗവൺമെൻറ് UP സ്കൂൾ പ്രധാനാധ്യാപിക ബീന, വൈസ് പ്രസിഡന്റ് രതി ഗോപി, ഭരണസമിതി അംഗങ്ങളായ തോമസ് തൊകലത്ത്, മണി സജയൻ, S സുനിൽകുമാർ, പഞ്ചായത്ത് ഹെഡ് ക്ലാർക്ക് ജോബി എന്നിവർ പ്രസംഗിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി പറപ്പൂക്കര സ്വദേശിനി ഗംഗ ഗോപി. സിവിൽ സർവീസ് പരീക്ഷയിൽ 786ാമത് റാങ്കാണ് ഗംഗ നേടിയത്. മുത്തർത്തിക്കര കോടിയത്ത് ഗോപിയുടെയും ജയയുടെയും മകളാണ്. 1 വർഷം തിരുവനന്തപുരത്തെ IAS അക്കാദമിയിൽ പഠിച്ച് പിന്നീട് 4 വർഷം റീഡിംഗ് റൂമുകളിൽ ഒത്തുചേർന്ന് പഠനം. ഇതിനിടെ സിവിൽ സർവീസ് വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്തും പഠനത്തെ ഒപ്പം കൂട്ടി. ആനന്ദപുരം സെൻറ് ജോസഫ് പബ്ലിക് സ്കൂൾ പഠനം. ഇരിഞ്ഞാലക്കുട SNHSSൽ +2 ശേഷം സെൻറ് ജോസഫ് കോളേജിൽ BSc ബോട്ടണി എടുത്തു. UK പബ്ലിക് റിലേഷൻ എക്സിക്യൂട്ടീവായ ഗായത്രി ഗോപിയാണ് സഹോദരി. സിവിൽ സർവീസ് പരീക്ഷയിൽ 786ാം റാങ്കോടുകൂടി പാസ്സായ മുത്തർത്തിക്കര കോടിയത്ത് ഗംഗയെ KK രാമചന്ദ്രൻ MLA വീട്ടിലെത്തി അനുമോദിച്ചു. ആദരവ് ചടങ്ങിൽ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപും സന്നിഹിതനായി. വേലുപ്പാടം സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മർ ത്രിൽ ക്യാമ്പിന് തുടക്കമായി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡേവിസ് ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. നാഷണൽ ബോക്സിംഗ് താരം ഹജ്റ നസ്രീൻ ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ ജോഫി C മഞ്ഞളി, PTA പ്രസിഡന്റ് ഷിജോ ഞെരിഞ്ഞാമ്പള്ളി, ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. ഫുട്ബോൾ, കബഡി, വടംവലി, ടെന്നിക്കോയ്റ്റ്, ഖോഖോ, സെപ്പിക് താക്കോ എന്നീ ഇനങ്ങളിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് പ്രഗത്ഭ പരിശീലകരുടെ നേതൃത്വത്തിൽ പരിശീലനം ലഭിക്കും. നന്ദിപുരം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി അഴകത്ത് മനയ്ക്കൽ മാധവൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. തുടർന്ന് പ്രൊഫസർ സരിത അയ്യർ നടത്തിയ പ്രഭാഷണമുണ്ടായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് ചിന്തുപാട്ടുണ്ടായിരിക്കും. 27-ാം തീയതി വരെ നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി നിത്യേന രാവിലെ എഴുന്നള്ളിപ്പും വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പും നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരിക്കും. സന്യാസിയുടെ വേഷത്തിൽ വരുന്ന ഒരു രംഗമുണ്ട് അല്ലേ? എന്നിട്ട് രാവണൻ ഒന്ന് വേഷം സന്യാസിയുടെ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞു സീതാദേവി വിശ്വസിച്ചു. ഇവിടെ സീതാദേവിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വാൽമീകി മഹർഷി പറയുന്നുണ്ട്. കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം. കൊടകര ചാലക്കുടി ക്ലസ്റ്റർ തല അരങ്ങ് 2025 സംഘാടക സമിതി പുതുക്കാട് രൂപീകരിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം ജനീഷ് P. ജോസ്, കോടശ്ശേരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK സരസ്വതി, നെന്മണിക്കര ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭദ്ര മനു, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ K. രാധാകൃഷ്ണൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ ആദർശ് P. ദയാൽ എന്നിവർ സന്നിഹിതരായി. മെയ് 2, 3 തീയതികളിലായി പുതുക്കാട് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പരിപാടി നടത്തുവാൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. 3 മുറി 9 ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന 22ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ വിദ്യാരാജഗോപാല മന്ത്രാർച്ചന നടന്നു. യജ്ഞാചാര്യൻ കൽപ്പകശ്ശേരി വേണു മൂസത് നേതൃത്വം നൽകി. യജ്ഞത്തിൻ്റെ 3ാം ദിവസമായ ബുധനാഴ്ച ഭരതചരിതം, ഭരതരാഹുഗണ സംവാദം, ഭൂഗോള വർണ്ണന, അജാമിളോപാഖ്യാനം, പ്രഹ്ലാദചരിതം, നരസിംഹാവതാരം തുടങ്ങിയ കഥാഭാഗങ്ങളുടെ പാരായണവും വർണ്ണനയുമാണ് നടന്നത്. മലയോര മേഖലകളിലെ കാട്ടാന ശല്യത്തിനെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് വനം വകുപ്പ് മന്ത്രിക്ക് പാലപ്പള്ളി റബ്ബർ എസ്റ്റേറ്റ് ലേബർ കോൺഗ്രസ് നിവേദനം നൽകി. വനാതിർത്തിയിൽ മുൻകാലഘട്ടങ്ങളിൽ ചാലുകൾ താഴ്ത്തിയിരുന്നു. ഇപ്പോൾ ഇത് പുനർക്രമീകരിക്കാൻ വനം വകുപ്പ് അധികൃതർ സമ്മതിക്കുന്നില്ലെന്നും കാട്ടാന ശല്യത്താൽ മേഖലയിലെ തോട്ടം തൊഴിലാളികൾ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്നും മന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്നും കത്തിലൂടെ ആവശ്യപ്പെടുന്നു. ലോക മലയാളി കൂട്ടായ്മയായ ഭൗമം സോഷ്യൽ ഇനീഷ്യേറ്റീവ് സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പുകളെക്കുറിച്ചുള്ള ചർച്ച ഏപ്രിൽ 26 രാത്രി 7:30 ഓൺലൈൻ സൂം പ്ലാറ്റ്ഫോമിൽ നടക്കുന്നു. ഇളനാട് മിൽക്ക് ഫൗണ്ടർ സജീഷ് കുമാർ, ഇൻകർ റോബോട്ടിക്സ് തലവൻ അമിത് രാമൻ, ഡേസിൻടോക്സ് CEO ഡോൺ പോൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ചർച്ചയിൽ കോഗ്നിസിൻ്റെ ഡയറക്ടർ ഇജാസ് മുഹമ്മദ് മോഡറേറ്ററായി പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9744288859 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം സ്വർണ്ണവില കുറഞ്ഞു. ചൊവ്വാഴ്ച കൂടിയതത്രയും തന്നെയാണ് ബുധനാഴ്ച കുറഞ്ഞത്. സമീപകാലത്തെ ഏറ്റവും വലിയ ഒറ്റ ദിന വർധനവായിരുന്നു ചൊവ്വാഴ്ചത്തെ സ്വർണ്ണവില. പവന് 2200 രൂപയായിരുന്നു കൂടിയിരുന്നത്. ബുധനാഴ്ച 2200 രൂപ തന്നെ കുറഞ്ഞിട്ടുണ്ട്. 1 പവൻ സ്വർണത്തിന് 72,120 രൂപയും ഗ്രാമിന് 9,015 രൂപയുമാണ് വിപണി വില. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 109 രൂപയാണ്. ഇനി കാണാം ഇൻഫോടോക്ക്. പ്രായപൂർത്തിയാകാത്തവരുടെ മൈനർ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് പരിഷ്കരിച്ച മാർഗരേഖ പ്രസിദ്ധീകരിച്ചു. നിലവിലുള്ള വ്യവസ്ഥകൾ കൂടുതൽ യുക്തിസഹമാക്കുകയാണ് ലക്ഷ്യം. ജൂലൈ 1-നകം ബാങ്കുകൾ ഇത് പാലിച്ചിരിക്കണം. റിപ്പോർട്ട് കാണാം. ഏത് പ്രായത്തിലുള്ള മൈനറിനും നിയമപരമായ രക്ഷിതാവ് വഴി സേവിങ്സ് ടേം ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങാം. കുട്ടിയുടെ അമ്മയെയും രക്ഷിതാവായി പരിഗണിക്കും. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സ്വതന്ത്രമായി അക്കൗണ്ട് തുറക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയും. പണമിടപാട് പരിധി, പ്രായം എന്നിവയിൽ ബാങ്കുകൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. പ്രായപൂർത്തിയാകുമ്പോൾ അക്കൗണ്ട് ഉടമയുടെ ഒപ്പും മറ്റും ബാങ്ക് രേഖപ്പെടുത്തണം. കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ്, ATM കാർഡ്, ചെക്ക് ബുക്ക് എന്നിവ നൽകാം. മൈനർ അക്കൗണ്ടുകളിൽ നിന്ന് അമിതമായി പണം പിൻവലിക്കുന്നില്ലെന്നും ആവശ്യത്തിന് ബാലൻസ് ഉണ്ടെന്നും ബാങ്കുകൾ ഉറപ്പാക്കണം. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കെൽട്രോണിൻ്റെ കോഴിക്കോട് ലിങ്ക് റോഡിലുള്ള നോളജ് സെൻറ്ററിലെ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഗ്രാഫിക്സ് ആൻഡ് വിഷ്വൽ ഇഫക്ട്സ് 3 മാസം, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് വിത്ത് ഗാഡ്ജറ്റ് ടെക്നോളജീസ് 1 വർഷം എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നത്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ: ലാൻഡ് ലൈൻ 0452230172, മൊബൈൽ 8590605275. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. ചിറ്റിശ്ശേരി തട്ടിൽ പിടിയത്ത് ജോർജ് ഭാര്യ ഏലിയാമ്മ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിൽസൺ, പുഷ്പ, ഷൈനി എന്നിവർ മക്കളും
ഷൈല, സണ്ണി, പരേതനായ ജോയ് എന്നിവർ മരുമക്കളുമാണ്. വെള്ളിക്കുളങ്ങര ആനമ്പലം രാജൻ മകൻ പ്രവീൺ അന്തരിച്ചു. 37 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് ദേശീയപാത അതോറിറ്റി. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് അതോറിറ്റി അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായിയായ വിജയകുമാറിനെയും ഭാര്യ മീരയെയും കൊന്ന കേസിലെ പ്രതി മാളയിൽ നിന്നും പിടിയിലായി. BKMU പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലായി സെന്ററിൽ ലഹരിക്കെതിരെ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 27ാമത് കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.